better place for better look. ആയുർവേദ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമുള്ള സൗന്ദര്യ ചികിത്സാ രീതി. പാർശ്വഫലങ്ങളില്ലാതെ ആയുർവേദ ചികിത്സകൾ ചേർത്തുള്ള സൗന്ദര്യ പരിചരണം. തലയുള്ളപ്പോൾ തൊപ്പി എന്തിന് കാൽമുട്ടിൽ വെക്കണം. ഇതൊരു പഴഞ്ചൊല്ലാണെങ്കിലും പറയുന്നതിൽ കാര്യമുണ്ട്. സൗന്ദര്യ പരിചരണത്തിന്റെ മാറ്റം കൂട്ടാൻ കഴിഞ്ഞ 30 വർഷമായി വടക്കാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ഡയാന ബ്യൂട്ടി പാർലർ ഇപ്പോഴിതാ ആധുനിക സൗകര്യങ്ങളോടുകൂടി. അടിമുടി മാറാൻ വടക്കാഞ്ചേരിയിലെ ആദ്യത്തെ ബ്യൂട്ടി പാർലർ ഇപ്പോഴിതാ ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വടക്കാഞ്ചേരിയിൽ 30 years of legacy. All types of hair treatment, haircut, kids haircut, pedicure and manicure, dandruff treatment, bridal makeup and makeover. Better place for better look. Diana Beauty Care, അഷ്ടപതി കോംപ്ലക്സ്, പുഴയോരം, വടക്കാഞ്ചേരി. മൊബൈൽ നമ്പർ 96335928. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ജില്ലാ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ലഭ്യമാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രിയിൽ അഡ്മിറ്റായ രോഗികൾക്ക് പോലും പുറത്തുനിന്ന് മരുന്ന് വാങ്ങിക്കൊടുക്കേണ്ട ഒരു സ്ഥിതിയാണുള്ളത്. ആവശ്യത്തിനുള്ള ടെസ്റ്റുകൾ നടത്താനുള്ള സൗകര്യം ജില്ലാ ആശുപത്രിക്കില്ല. ഒരു ജില്ലാ ആശുപത്രി എന്ന് പറയുമ്പോൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിനോട് താരതമ്യം ചെയ്യാവുന്ന രീതിയിൽ അതിൻ്റെ ഓപ്പറേഷൻ തിയേറ്റർ സംവിധാനങ്ങൾ, അങ്ങനെ നൂറുകണക്കിന് സൗകര്യങ്ങൾ ആവശ്യമുള്ള, എല്ലാ സ്പെഷ്യാലിറ്റിയിലെയും ഡോക്ടേഴ്സ് ആവശ്യമുള്ള, അതിന് തക്ക പാരാമെഡിക്കൽ സ്റ്റാഫ് ആവശ്യമുള്ള ഒരു ജില്ലാ ആശുപത്രി ഇത്രയും ശോചനീയമായ രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമുക്കറിയാം, ജില്ലാ പഞ്ചായത്താണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ. ജില്ലാ പഞ്ചായത്തിന് കേന്ദ്ര ഫണ്ടായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ മെയിൻ്റനൻസ് ഗ്രാൻറ്റിൽ നിന്നും ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ ഈ ആശുപത്രികളുടെ മെയിൻ്റനൻസിനായിട്ട് തരുന്നുണ്ട്. പക്ഷേ ജില്ലാ പഞ്ചായത്ത് അത്തരം പണം വിനിയോഗിക്കുന്നതിൽ അനാസ്ഥ കാണിക്കുകയാണ്. വളരെ അനാസ്ഥ. ഇതിൻ്റെ മെയിൻ്റനൻസ് ഗ്രാൻറ്റ് എന്താണ് ചെയ്യുന്നത് എന്ന് ജില്ലാ പഞ്ചായത്ത് പറയണം. ഇവിടേക്ക് ലഭിക്കുന്ന കേന്ദ്ര ഫണ്ടുകൾ അല്ലെങ്കിൽ ലഭിക്കാൻ സാധ്യതയുള്ള കേന്ദ്ര ഫണ്ടുകൾ ലഭ്യമാക്കാൻ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ജില്ലാ പഞ്ചായത്ത് പറയണം. ഈ താലൂക്കിൻ്റെ, തലപ്പള്ളി താലൂക്കിൻ്റെ ഈ പ്രധാന പ്രദേശത്തെ ഏകദേശം 10-14 പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ പൂർണ്ണ ആശ്രയമായ ഈ ജില്ലാ ആശുപത്രി ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൻ്റെ നിലവാരം പോലും ഇല്ലാതെ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്നത്. മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മയിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ, മുൻ മണ്ഡലം പ്രസിഡന്റും സീനിയർ നേതാവുമായ AS ഹംസ, TV സണ്ണി, ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ്, അബ്ദുൾ ഗഫൂർ NA, സന്ധ്യ കൊടക്കാടത്ത്, ജിജി സാംസൺ, രമണി പ്രേമദാസൻ, കുട്ടൻ മച്ചാട്, V ശശികുമാർ മാസ്റ്റർ, സിദ്ദിഖ് KS, നന്ദൻ മാസ്റ്റർ, AH അബ്ദുൾ റഹ്മാൻ, K കൃഷ്ണകുമാർ, K രാജൻ, ബാബു പുല്ലാനിക്കാട്, അമൽ അശോകൻ, രാജൻ K, ഷാജി അകമ്പാടം, പ്രീത കൃഷ്ണകുമാർ, V സുബു, VA കോരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.